ഹലോ, ഇന്നൊരു പൈ ആണ്, അതായത് ചിക്കൻ സോസേജ് കൊണ്ട് എങ്ങനെയാണ് ഒരു പൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പൊട്ടറ്റോ നമ്മൾ ഒന്ന് പ്രഷർ കുക്കറിൽ പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അതിന് ചൂടോടുകൂടി തന്നെ നമുക്കതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നമുക്കിതിന് 3 പൊട്ടറ്റോൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നല്ലതായിട്ട് മാഷ് ചെയ്ത് അതിനെ നന്നായിട്ട് മാഷ് ചെയ്യണം. അത് വീണ്ടും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ക്രഷ്ഡ് നല്ല ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടും വീണ്ടും നമുക്ക് നന്നായിട്ട് അതിനെ മാഷ് ചെയ്ത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആവുന്ന വരെ നമുക്കതിനെ മാഷ് ചെയ്ത് റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് അതിനകത്ത് നമുക്കൊരു 6 to 7 പീസസ് സോസേജസ് ഒന്നിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം. അതൊന്ന് കുക്കായി കഴിയുമ്പോൾ 2 സൈഡും ഒരു 2 to 3 മിനിറ്റ്സ് കൊണ്ട് അത് കുക്കാവും. നമുക്ക് ആ കുക്കായി കഴിഞ്ഞിട്ട് സോസേജിനെ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് നമുക്കതിനെ മാറ്റി വെക്കാം. അതിന് പിന്നെ നമുക്കതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സോസേജ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് യൂസ് ചെയ്യാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ ഞാൻ ഒരു സവാള ഒന്ന് ആ ബട്ടർ കുറച്ച് അതിനകത്തുണ്ടല്ലോ, അതിനകത്ത് തന്നെ സോട്ട് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കഴിഞ്ഞിട്ട് മൈദയും നമ്മളൊന്ന് മൂപ്പിക്കണം. ഒരു അധികം ബ്രൗൺ ആവണ്ട, ഒന്ന് ഹൈ ഹീറ്റിൽ തന്നെ കിടന്നോട്ടെ. ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ അതിനൊന്ന് തിക്കനാക്കാൻ വേണ്ടിയിട്ടാണ്. സോസേജ് ആ കിടക്കുന്ന ഗ്രേവി ഒന്ന് തിക്കനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് ആ മൈദയും അതിനകത്ത് മൂത്ത് വന്നു കഴിയുമ്പോൾ അത് നന്നായിട്ട് നല്ല തിക്കായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം, അതിൻ്റെ തിക്നെസ് കൺസിസ്റ്റൻസി കാണാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. നമ്മൾ ഓൾറെഡി പെപ്പർ പൊട്ടറ്റോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വറുത്ത് വെച്ച സോസേജും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് അതിനെ കറക്റ്റ് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ ഒഴുകി പോകരുത്. നമുക്ക് പൈ മുറിക്കുമ്പോൾ നല്ല കഷ്ണമായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സോസേജ് നമുക്ക് ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സോസേജിൻ്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബേക്ക് ചെയ്യുന്ന ഡിഷിലോട്ട് ആ സോസേജും അതിൻ്റെ കുറച്ച് ഗ്രേവിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബേസിൽ ലീവ്സ്, കുറച്ചും കൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിൽ ലീവ്സ്, നമുക്ക് അതിൻ്റെ ആ ലീവ്സ് മാത്രം അവിടെ ഇട്ട് കൊടുത്താൽ മതി. എല്ലായിടവും ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇനി ആ പൊട്ടറ്റോ, അതിന് മുമ്പ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഓണിയനും നമുക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ നമുക്ക് ഇപ്പോൾ അത് ഫൈൻ അങ്ങ് ഒത്തിരി കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്താലും നല്ലതാണ്. ശരിക്കും നമ്മൾ ഈ വെണ്ണ ആഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊന്ന് അത് ഇതാവും. പിന്നെ ഇൻ കേസ് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പൊട്ടറ്റോയിനകത്തോട്ട് കുറച്ച് 1 സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ കൺസിസ്റ്റൻസി കിട്ടും. ഇതിനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒന്ന് ലെവൽ ചെയ്യുക. അതിനൊരു ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് ബട്ടർ പറ്റിയാൽ നന്നായിട്ട് നമുക്കതിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അവിടെ ഓരോ ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കണം. അതായത് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല മുകൾവശം നല്ല ബ്രൗൺ ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചും കൂടെ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട അടിച്ചത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലാണ് നമുക്കത് ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. നല്ല പെർഫെക്റ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ആ ബ്രഷ് കൊണ്ട് ആ എഗ് വാഷ് ഒന്ന് ഫുൾ മുകളിൽ ചെയ്ത് കൊടുത്തു. അത് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു. നല്ല ഒരു 250 to 300 ഡിഗ്രിയിൽ കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കളറ് വരുമ്പോഴത്തേക്കും നമുക്ക് അത് എടുക്കാം. ഇതെല്ലാം കുക്ക്ഡ് ആണല്ലോ സാധനങ്ങൾ, അപ്പോൾ അതുകൊണ്ട് കളറ് വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതിനെ ഇനി സെർവ് ചെയ്യാം. ഒരു സാലഡും കുറച്ച് 2 സ്ലൈസും ബ്രെഡും ഉണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ സോസേജ് പൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസും ലൈക്കും ഷെയറും ചെയ്യണേ.